അർബുദം ബാധിച്ച് ചികിത്സയിലാണ് രേണുസുതി. ആദ്യത്തെ കീമോ അടുത്തിടെയായിരുന്നു. അതിനുശേഷം ഛർദ്ദിച്ച് അവശയായ രേണുവിനെ ഐസിയുയിലേക്ക് മാറ്റിയെന്ന വാർത്ത കഴിഞ്ഞ ദിവസമാണ് പുറത്തു വന്നത്. കീമോയ്ക്ക് ശേഷം ശരീരമാസകലം പലതരത്തിലുള്ള വേദനകളും അവശതകളും അനുഭവിക്കുകയാണെന്നും എഴുന്നേറ്റ് ഇരിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയാണെന്നും രേണു പറഞ്ഞിരുന്നു. താരത്തിന് അർബുദം സ്ഥിരീകരിച്ചുവെന്ന വാർത്ത അറിഞ്ഞപ്പോൾ മുതൽ നാനാഭാഗത്തു നിന്നുമായി അറിയുന്നവരും അറിയാത്തവരുമെല്ലാം രേണുവിനെ നേരിട്ട് കാണാനായി എത്തുകയും വിളിച്ച അസുഖവിവരങ്ങൾ തിരക്കുകയും സാമ്പത്തികമായി ചിലരെല്ലാം സഹായിക്കുകയും ചെയ്തിരുന്നു. എല്ലാവരും വിവരങ്ങൾ തിരക്കാനും സ്നേഹിക്കാനും ചുറ്റുമുണ്ടെങ്കിലും രേണുവിനെ ഒരു സങ്കടം അലട്ടിയിരുന്നു. തൻ്റെ വളർത്തുമകനായ കിച്ചു ഇതുവരെയും തന്നെയൊന്ന് വിളിക്കുകയോ കാണാൻ വരികയോ ചെയ്തില്ലെന്നതായിരുന്നു രേണുവിൻ്റെ സങ്കടം. അത് കഴിഞ്ഞ ദിവസം പങ്കിട്ട ബ്ലോഗിൽ രേണു വ്യക്തമായി പറയുകയും ചെയ്തിരുന്നു. ഞാൻ എന്ത് ദ്രോഹം ചെയ്തിട്ടാണെന്നറിയില്ല. ഞാനൊരു 11 വയസ്സ് തൊട്ട് നോക്കിയൊരു കുട്ടിയാണ്. അവൻ ഇതുവരെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഞാനിത് പറഞ്ഞാൽ വലിയ വിവാദമാകുമെന്ന് എനിക്കറിയാം. പക്ഷേ വിവാദമാക്കാൻ പറഞ്ഞതല്ല. അവനോട് എനിക്ക് കുഴപ്പമില്ല. ക്ഷമിക്കുക, ആരും അത് വിവാദമാക്കരുത്. എൻ്റെ ഋതപ്പൻ എന്നെ അന്വേഷിക്കുന്നുണ്ട്. ഒരുപാട് പേര് എന്നോട് കിച്ചു വന്നോ എന്ന് ചോദിച്ചു. ഇല്ല, വന്നിട്ടില്ല. വന്നു എന്നത് വ്യാജ വാർത്തയായിരുന്നു. എന്തോ ആകട്ടെ, കിടക്കയിൽ കിടക്കുമ്പോൾ ഒന്ന് വന്ന് കാണാൻ ആർക്കാണേലും ആഗ്രഹം കാണില്ലേ? എത്രയോ പേർ എവിടെ നിന്നൊക്കെ എന്നെ കാണാൻ വരുന്നു. ഇൻഫെക്ഷൻ ഉണ്ടാകുന്നത് കൊണ്ട് മാസ്കൊക്കെ വെച്ച് വാതിലിലാണ് അവർ വന്ന് കണ്ടിട്ട് പോകുന്നത്. ഒത്തിരി കൈത്താങ്ങലുകളുണ്ട്. ഇവരോടൊക്കെ എങ്ങനെയാണ് നന്ദി പറയേണ്ടതെന്ന് എനിക്കറിയില്ല. എൻ്റെ ചേച്ചി, ചേട്ടൻ, അമ്മ, പപ്പ ഞാനൊന്ന് കരയുമ്പോൾ അവർ ഓടി വരും. ഒരുപാട് പേർ എന്നെ സ്നേഹിക്കുന്നു. അതിനിടയിൽ വാശി കയറി അങ്ങോട്ടും ഇങ്ങോട്ടും വിവാദങ്ങൾ ഉണ്ടാക്കുന്നവരുണ്ട്. എനിക്കവരോട് ഒന്നും പറയാനില്ല. ആർക്കും ഈ രോഗം വരരുത് എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് എന്നാണ് രേണു പറഞ്ഞത്. രേണുവിൻ്റെ ഈ വീഡിയോ കൂടി വന്നതോടെ കിച്ചുവിൻ്റെ സോഷ്യൽ മീഡിയ പേജിൽ എല്ലാം നിറയുന്നത് രേണു ആരാധകരുടെ വിമർശനങ്ങളും ശകാരവും ഉപദേശവുമെല്ലാമാണ്. ഇപ്പോഴത്തെ വിമർശനങ്ങൾ പെരുകിയതുകൊണ്ടോ എന്തോ രേണുവിനെ കാണാൻ പോകുന്നുവെന്ന് സൂചന നൽകുന്ന തരത്തിൽ ഒരു വീഡിയോയുമായി കിച്ചു എത്തിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും പോകാൻ തീരുമാനിച്ചു. വിഷമമുള്ളവരുടെ വിഷമമൊക്കെ അങ്ങ് തീരട്ടെ. പോയിട്ട് വന്ന ശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ പറയാം എന്നാണ് പുതിയ റീലിൽ കിച്ചു പറഞ്ഞത്. എന്നാൽ ഇങ്ങനെയൊരു വീഡിയോ ഒക്കെ ചെയ്ത ശേഷം കിച്ചു രേണുവിനെ കാണാൻ പോകുന്നത് ശരിയല്ലെന്നും റീച്ചിന് വേണ്ടി ചെയ്തതുപോലെ തോന്നിയെന്നുമാണ് ഏറെയും പ്രതികരണങ്ങൾ വന്നത്. ഇതും പറഞ്ഞിട്ട് നീ എന്തിനാ പോകുന്നേ? ഇതിലും നല്ലത് പോകാത്തതല്ലേ? അവരുടെ ഈ അവസ്ഥയിൽ നീ സന്തോഷിക്കുന്നുവോ? അസുഖം ആർക്കും വരാം, നിനക്കും എനിക്കും ആർക്കും. അതുകൊണ്ട് ഈ സമയത്ത് ഇങ്ങനെയൊരു വീഡിയോ ഇടേണ്ട ആവശ്യം ഇല്ലായിരുന്നു. ശത്രുവാണെങ്കിൽ പോലും രോഗം വന്ന് കിടക്കുമ്പോൾ അവർ ചെയ്തതോ പറഞ്ഞതോ ഓർത്ത് പ്രതികാരത്തിന് നിൽക്കരുത്. ആരുടെയും വിഷമം മാറ്റാൻ വേണ്ടി മാത്രം പോകേണ്ട. നിന്നെ വളർത്തി ഇത്രയുമാക്കിയത് അവളാണ്. നിന്റെ നല്ല മനസ്സോടെ പോയാൽ മതി. ആരുടെയും പരാതി തീർക്കാൻ പോകേണ്ട എന്നിങ്ങനെ നീളുന്നു കമൻറ്റുകൾ. അതേസമയം കിച്ചു ഉദ്ദേശിച്ചത് രേണുവിനെ തന്നെയാണോ എന്നത് വ്യക്തമല്ല. അതോ ഏതെങ്കിലും പ്രൊമോഷൻ്റെ ഭാഗമായി മറ്റെന്തെങ്കിലും ഉദ്ദേശിച്ച് ചെയ്തതാണോ എന്നതും വ്യക്തമല്ല.